സഹോദരങ്ങളെ, ഇന്ന് നാം ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഖുർആനിലെ സ്വലാത്തും സക്കാത്തും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ലക്ഷ്യബോധമില്ലാതെ തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സമരതന്ത്രങ്ങളൊന്നുമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. മുസ്ലിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ശാരീരികമായി നാം ചെയ്യുന്ന ചില ആചാര നമസ്കാരങ്ങളും ഏതാനും ദിവസങ്ങളിലെ ചില ഒരു പട്ടിണിയും ഒന്നുകൂടി കൂട്ടിപ്പറഞ്ഞാൽ കുറച്ചുകൂടി സാമ്പത്തികമായി കുറച്ചുകൂടി കഴിവുള്ള ആളുകളാണെങ്കിൽ മക്കയിലേക്ക് ഒരു തീർത്ഥാടനവും ഒരു പരിധി കൂടി മുന്നോട്ട് പോയാൽ എന്തെങ്കിലും വർഷം കഴിയുമ്പോൾ ചില്ലറ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തൊട്ടുകളും ഇതൊക്കെയാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ മതം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ എന്ന് മാത്രമല്ല, ലോകത്ത് ഒരുവിധമുള്ള മതങ്ങളുടെയൊക്കെ സ്ഥിതി ഇത് തന്നെയാണ്. ഇങ്ങനെ കേവലം ചില ആചാരങ്ങളിൽ, അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നതിൽ, സാമ്പത്തികമായി കുറച്ചൊക്കെ സൗകര്യമുള്ള ആളുകൾ ഒരു തീർത്ഥാടനം നടത്തുന്നതിൽ, ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടി മുന്നോട്ട് പോയി പറഞ്ഞാൽ വർഷത്തിൽ എന്തെങ്കിലും ഒരു 2.5% എന്ന പേരിൽ, അതും എല്ലാവരുമല്ല, എറിഞ്ഞു കൊടുക്കുന്ന ഏതാനും ചില നാണയത്തൊട്ടുകളുമാണ് ഇന്ന് മുസ്ലിങ്ങളുടെ മതം എന്ന് പറയുന്നത്. അതാണ് മുസ്ലിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്നും മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇതാണ്. ഈ ഇസ്ലാം വന്നിട്ട് 1500ഓളം വർഷത്തോളമായി ലോകത്ത്. പക്ഷെ ഈ 1400 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഒരൊറ്റപ്പെട്ട ചില കാലഘട്ടങ്ങൾ ഒഴിച്ചാൽ മുസ്ലിങ്ങൾക്ക് പറയത്തക്ക ഒരു പുരോഗതിയോ ഒരു ഉന്നതിയോ ഒരു ഉന്നമനമോ ലോക ചരിത്രത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അന്തുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ എന്നാണ് ഒരു ആയത്തിൽ പറയുന്നത്. വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതർ. അന്തും നിങ്ങളാണ് അൽ-അഅലൗന ഏറ്റവും ഉന്നതർ എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. ഏറ്റവും ഉന്നതരായ ആളുകൾ നിങ്ങളായിരിക്കും. അതിന്റെ അർത്ഥം മറ്റുള്ള ആളുകളെ തങ്ങളുടെ അധീനത്തിലാക്കി നമ്മൾ മേധാവിത്വം സൃഷ്ടിച്ച് മറ്റുള്ള ആളുകൾ തങ്ങളുടെ കീഴിലുള്ള അടിമകളെ പോലെ ജീവിക്കണമെന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. മറിച്ച് സാംസ്കാരികമായും വൈജ്ഞാനികമായും ആശയതലത്തിലും ഏറ്റവും ഔന്നത്യത്തിൽ കഴിയേണ്ട ആളുകൾ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് എന്ന് പ്രവാചകൻ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുകയാണ്. പക്ഷെ ലോക ചരിത്രത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒറ്റപ്പെട്ട ചില കാലഘട്ടങ്ങളിൽ, വളരെ അപൂർവമായ ചില കാലഘട്ടങ്ങളിൽ, ഇപ്പൊ ഹാറൂൺ റഷീദിന്റെയും അമീൻ മഹ്മൂദിന്റെ ഒക്കെ പല കാലഘട്ടത്തിൽ കുറച്ച് വൈജ്ഞാനിക തലത്തില്, ആശയതലത്തില്, ഭൗതിക രംഗത്തൊക്കെ കുറച്ച് പുരോഗതി ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കവിഞ്ഞാൽ ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് പറയത്തക്ക നേട്ടങ്ങളൊന്നും, അത് വൈജ്ഞാനിക തലത്തിലാകട്ടെ, ആശയ തലത്തിലാകട്ടെ, സാമ്പത്തിക രംഗത്താകട്ടെ, ശാസ്ത്ര രംഗത്താകട്ടെ, സാംസ്കാരിക രംഗത്താകട്ടെ, സാമ്പത്തിക രംഗത്താകട്ടെ, ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും ലോകത്ത് മികച്ചവർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പുരോഗതി മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിലെ കുറച്ച് സാമ്പത്തിക പുരോഗതി ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടായതൊഴിച്ചാൽ ബാക്കി പറയത്തക്ക ലോകത്ത് ഒരു പുരോഗതിയും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമുക്ക്, അല്ലെങ്കിൽ മുഅ്മിനുകൾ എന്ന് പറയുന്ന നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയോ വൈരുദ്ധ്യങ്ങൾ വന്നിട്ടുണ്ട്, എവിടെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, എവിടെയോ തകരാറ് വന്നിട്ടുണ്ട്. കാരണം അല്ലാഹു പറയുന്നു, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഔന്നിത്യമുള്ള ഉന്നതരായ ആളുകൾ, നിങ്ങളാണെന്ന് പറയുന്നു. പക്ഷെ ചരിത്രത്തിൽ എവിടെയും ഏതെങ്കിലും ഒരു മേഖലയിൽ ഔന്നത്യം കിട്ടിയതായിട്ട്, പുരോഗതി കിട്ടിയതായിട്ട്, പിന്നെ ഒരു ഉന്നത നിലവാരം കിട്ടിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് എവിടെയോ ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, പ്രവർത്തന രംഗത്ത് നമ്മോട് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും പറഞ്ഞ ആ കൽപ്പനകളെ നാം വിശ്വസിക്കേണ്ട രംഗത്തോ, പ്രവർത്തന രംഗത്ത് നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നാം പ്രവർത്തിക്കുന്ന രംഗത്തോ എവിടെയോ നമ്മുടെ ഇടയിൽ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നാണ് നാം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനം ശരിയാകണം.
ഒരു ഭാഗത്ത് അള്ളാഹു അന്തുമുല്ല അലൗന എന്ന് പറയുന്നു. പക്ഷേ മുസ്ലിം ലോകത്തെ ചരിത്രം ഒരിക്കലും അല്ല അലൗന എന്ന് പറയാൻ പറ്റുന്ന ഒരു വിശേഷണം നാളിതുവരെ മുസ്ലിങ്ങൾക്കോട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ അള്ളാഹു നമ്മോട് മുഅ്മിനാകാൻ പറഞ്ഞ വിശ്വസിക്കാൻ പറഞ്ഞ ആ മേഖലകളിൽ, ആ ഭാഗങ്ങളിൽ എവിടെയൊക്കെയോ നമുക്ക് തകരാറ്, നമുക്ക് പാളിച്ചകൾ പറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട്. അടിമകളെ പോലെയായിട്ടുണ്ട് മുസ്ലിം സമൂഹങ്ങൾ. വൈജ്ഞാനിക രംഗത്ത് മനുഷ്യരുടെ അവകാശങ്ങൾ പോലും നൽകപ്പെടാത്ത, വളരെ ആവശ്യമായിട്ട് മനുഷ്യാവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ട ആ രംഗത്ത് പോലും മുസ്ലിങ്ങളെ, അത് ഒരു പക്ഷം മുസ്ലിങ്ങൾ മറ്റു മുസ്ലിങ്ങളെ തന്നെ അടിമകളെ പോലെയാണ് കാണുന്നത്. അപ്പോ ഈ രൂപത്തിൽ മുസ്ലിങ്ങള് നിന്ദ്യവും നിസ്സാരവുമായ ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം ഖുർആനിന്റെ വെളിപ്പെടുത്തലിന്റെ ഉദ്ദേശവും ലക്ഷ്യവും ഇതിൽ നിന്ന് മുസ്ലിങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷം മുസ്ലിങ്ങൾ തന്നെ മറ്റു രാജ്യത്തെ മുസ്ലിങ്ങളെ, ആ രാജ്യത്തെ തന്നെ മുസ്ലിങ്ങളെ, ഇതര മുസ്ലിങ്ങളെ, ഒരു രാജ്യത്തെ മുസ്ലിങ്ങൾ മറ്റു ഇതര രാജ്യങ്ങളെ മുസ്ലിങ്ങളെ, മുഅ്മിനുകളെ അടിമകളെ പോലെ വളരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവരോട് പെരുമാറുന്നത്. അപ്പൊ ഈ രൂപത്തിൽ ഈ ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ലക്ഷ്യവും ഖുർആനിന്റെ ഉദ്ദേശവും. അത് തന്നെയാണ് സർവ്വവിധ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഖുർആനിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ആ ലക്ഷ്യം തന്നെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നമുക്കൊന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇസ്ലാം എന്നുള്ള പദം തന്നെ മറ്റുള്ള ആളുകൾക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ള അർത്ഥത്തിനാണ് ഇസ്ലാം എന്ന പദം തന്നെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അസ്ലമ എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകി, മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം തന്നെ. അതുപോലെ തന്നെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അഅ്മന എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് മുഅ്മിൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് സമാധാനം പ്രദാനിക്കുന്നവനാരോ അവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അപ്പൊ അഅ്മന എന്ന് പറയുന്നതിന്റെ ഇസ്മുൽ ഫായിലായിട്ട് വരുന്ന മുഅ്മിനും അസ്ലമ എന്ന് പറയുന്ന പദത്തിന്റെ ഇസ്മുൽ ഫായിലായിട്ട് വരുന്ന മുസ്ലിം എന്ന പദവും മറ്റുള്ളവർക്ക് സുരക്ഷിതത്വവും മറ്റുള്ളവർക്ക് സമാധാനവും ഉണ്ടാക്കി തീർക്കുന്നവനാരോ അവനാണ് മുഅ്മിനും അവനാണ് മുസ്ലിമും എന്നാണ് നമുക്ക് ഭാഷാഗ്രന്ഥങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനത്തെ മുസ്ലിങ്ങൾ മറ്റു വിഭാഗങ്ങളെ പോലെ ഇതര മുസ്ലിങ്ങളെ തന്നെ ചൂഷണം ചെയ്യുകയും അടിമകളെ പോലെ കണക്കാക്കുകയും അവരുടെ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ലോകത്ത് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ നാം തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ മതവിഭാഗത്തിന്റെ പേരല്ല. ഒരു പ്രത്യേകമായ മതവിഭാഗം രൂപീകരിക്കലോ ഒരു പ്രത്യേകമായ മതവിഭാഗത്തിന്റെ ഐഡന്റിറ്റി തെളിയിക്കലോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മതത്തിലേക്ക് ആളെ ചേർക്കലോ അല്ല ഇസ്ലാം എന്ന് പറയുന്ന ഈ വേർഡിന്റെ, ഈ പദത്തിന്റെ തന്നെ ലക്ഷ്യം. മറിച്ച് സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ഈ ഇസ്ലാം എന്ന പദത്തിന്റെ തന്നെ അർത്ഥം. ഈ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാക്കി തീർക്കുന്നവൻ ആരോ അവനാണ് ഈ ഇസ്ലാമിന്റെ മെമ്പർ, ഈ ഇസ്ലാമിലെ അംഗത്വം എടുത്ത ആളുകൾ അവരാണ്. അല്ലാതെ പ്രത്യേകമായ ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്രത്യേകമായ ഏതെങ്കിലും ആരാധനാക്രമങ്ങളോ ചെയ്യുന്ന വ്യക്തിയോ അത് പറയുന്ന മതമോ അല്ല ഇസ്ലാം. മറിച്ച് മറ്റുള്ള വ്യക്തികളിൽ, മറ്റുള്ള ആളുകളിൽ സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടാക്കി തീർക്കുന്നവൻ മുഅ്മിനും മുസ്ലിമുമാണ്. അവര് ഉൾക്കൊള്ളുന്ന, അവരെടുക്കുന്ന ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സുരക്ഷിതത്വത്തിന്റെ ആശയം, സുരക്ഷിതമുണ്ടാക്കി തീർക്കൽ എന്നാണ് പദത്തിന്റെ ഒറ്റവാക്കിലർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പൊ കാനന്നാസ ഉമ്മത്തൻ വാഹിദത്തൻ, വിശുദ്ധ ഖുർആനിൽ പറയുന്നത് മനുഷ്യരൊക്കെ ഒരൊറ്റ സമൂഹമായി. അപ്പൊ മനുഷ്യർ എന്ന ഒരൊറ്റ സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. പ്രത്യേകമായ ഒരു പാർട്ടി രൂപീകരിക്കുക, പ്രത്യേകമായി അവർക്ക് മാത്രമായിട്ട് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അവർക്ക് മാത്രമായിട്ട് പ്രത്യേകമായ ചില പ്രാർത്ഥനകളും, അവരെ സമൂഹത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു വിഭാഗം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മനുഷ്യരൊക്കെ ഒരൊറ്റ സമൂഹം. ആ ഒരൊറ്റ സമൂഹം എന്ന കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആനിനുള്ളത്. എന്നിട്ട് ആ സമൂഹത്തിലേക്ക് അല്ലാഹു അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും അതിന് ഗുണമുണ്ട്, അവർക്ക് നേട്ടം കിട്ടും, നിങ്ങൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
ആ പ്രവർത്തനങ്ങളുടെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാനും, മറിച്ച് ഈ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഈ സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഈ വ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നാശമായിരിക്കും എന്നുള്ള വാണിംഗ് താക്കീത് കൊടുക്കാനും പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടോ അവരുടെ കൂടെ അവരുടെ കൂടെ അവർക്ക് സത്യസന്ധമായി അവരുടെ അവകാശങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന അൽ-ഹഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വിവരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥവും ആ ദൂതന്മാരുടെ കൂടെ അല്ലാഹു ഇറക്കി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫ ഫീഹി. ഒരു വിഭാഗം ഒരു കൂട്ടം മനുഷ്യർ മറ്റു മനുഷ്യരിൽ നിന്ന് ഏതൊക്കെ വിഷയത്തിൽ ഭിന്നരായിരിക്കുന്നു, വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയും ഇതായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം. ഈ ദൗത്യമായി കാലാകാലങ്ങളിൽ പ്രവാചകന്മാരൊക്കെ ചെയ്തിരുന്നത്. ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. സഹോദരന്മാരെ, എല്ലാ പ്രവാചകന്മാരും എല്ലാ ദൂതന്മാരും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ആശയങ്ങളാണ് ലോകത്തിന് പ്രദാനം ചെയ്തത്, ലോകത്തിന് പകർന്നു കൊടുത്തത് എന്ന ഒരു ചുരുങ്ങിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ പ്രവാചകന്മാർ അവതരിപ്പിച്ച, ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ അവതരിപ്പിച്ച ഈ സ്നേഹത്തിന്റെയും ഈ സുരക്ഷിതത്വത്തിന്റെയും ഈ സമാധാനത്തിന്റെയും ആശയത്തിൽ നിന്ന് എന്നൊക്കെ മനുഷ്യർ വ്യതിചലിച്ചു പോയോ, എന്നൊക്കെ സമൂഹത്തിൽ നാശവും സമൂഹത്തില് അക്രമ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ അരാജകത്വവും മനുഷ്യാവകാശങ്ങളുടെ ദംശനവും ഒക്കെ ലോകത്ത് നടന്നിട്ടുണ്ട്. ഈ ആശയത്തിലേക്ക്, ഈ സമാധാനത്തിന്റെ, ഈ സുരക്ഷിതത്വത്തിന്റെ, ഈ സ്നേഹത്തിന്റെ, മനുഷ്യരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ഈ ദർശനങ്ങളിലേക്ക് മനുഷ്യർ എന്നൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ അന്നൊക്കെ സമൂഹത്തിൽ നന്മയും സമൂഹത്തിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതവും ഉടലെടുക്കുകയും അവർക്ക് പ്രദാനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു മതത്തെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഐഡന്റിറ്റി തെളിയിക്കപ്പെട്ടാൽ അവന് മാത്രമേ മോക്ഷമുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ നാശത്തിന്റെയും പരാജയത്തിന്റെയും അവർക്കൊക്കെ പരാജയമാണ് സംഭവിക്കുക, അവർക്ക് വിജയം കിട്ടില്ല എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നില്ല. മറിച്ച് ഏത് മനുഷ്യനാണെങ്കിലും ഏകദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് മോക്ഷമുണ്ട് എന്ന തത്വമാണ് വിശുദ്ധ ഖുർആൻ ഉടനീളം പഠിപ്പിക്കുന്നത്. ഈ ഒരു ആശയം പഠിപ്പിക്കുന്നതോടുകൂടി തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായ, ആരാധനകളിൽ അധിഷ്ഠിതമായ ആ പ്രത്യയശാസ്ത്രം തന്നെ, ആ ആശയം തന്നെ നമ്മളിൽ നിന്ന് മറയുകയും പിന്നെ അസ്തമിക്കുകയും ചെയ്യും. കാരണം ഏത് മതവിശ്വാസിയാണെങ്കിലും ഏകദൈവത്തിലും പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു അവസാന ദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഏത് മതസ്ഥനാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവന് മോക്ഷമുണ്ട് എന്ന ഈ ആശയം അവതരിപ്പിക്കുന്നതോടുകൂടി പ്രത്യേകമായ ഒരു ആരാധന ചെയ്തെങ്കിലേ മോക്ഷം കിട്ടുകയുള്ളൂ എന്ന ആ ആശയം തന്നെ നമ്മളിൽ നിന്ന് പോവുകയാണ്, നമ്മളിൽ നിന്ന് മറയുകയാണ്. ഒരു പ്രത്യേക രൂപത്തിൽ, ഒരു പ്രത്യേകമായ അനുഷ്ഠാനം, ഒരു പ്രത്യേകമായ ആരാധനകൾ, ഒരു പ്രത്യേകമായ ആചാരങ്ങൾ, പ്രാർത്ഥനകളൊക്കെ അടങ്ങിയ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു മതത്തെ ഉൾക്കൊണ്ടെങ്കിലേ അവന് മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ എന്ന ഈ ആശയം തന്നെ അസ്തമിച്ചു പോകുന്നു. ഏത് മതവിഭാഗത്തിൽ 2:62 വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമല സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിശ്ചയമായും ഈ സമാധാന സന്ദേശത്തിൽ വിശ്വസിക്കുന്നവരോ സന്മാർഗികൾ ജൂതരായി തീരുകയോ ക്രൈസ്തവരായി തീരുകയോ അതല്ല ഇതിലൊന്നും പെടാതെ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയോ ചെയ്ത ആരാകട്ടെ മൻ ആമന ബില്ലാഹി, ഒരു ഏകമായ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദൈവത്തെ വിശ്വസിക്കുകയും വലിയ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു മുക്കാഫഹത്തുൽ അമൽ, ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു നാളെ ദിനത്തെക്കുറിച്ച്, ഒരു കാലഘട്ടത്തെക്കുറിച്ച് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത
ചെയ്തുകൊണ്ട് വഅമില സാലിഹൻ എന്നിട്ട് സൽക്കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം അവർക്ക് അവരുടെ രക്ഷിതാവിൽ പ്രതിഫലമുണ്ട്. വലാഹും ഖൗഫുൻ അലൈഹിം അവർക്ക് ഭയക്കേണ്ടതില്ല. വലാഹും യഹ്സനൂൻ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല എന്ന ഈ ആശയം അവതരിപ്പിക്കുന്നതോടുകൂടി പ്രത്യേകമായ ഒരു ആരാധനാ രീതി സ്വീകരിച്ച ആളുകൾക്ക് മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ എന്ന ഈ വിശ്വാസത്തിൽ നിന്ന് ഈ വിശ്വാസത്തെ ഈ ഒരു ആശയത്തെ ആകെ തകർക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ആരാകട്ടെ വളരെ ലളിതമായി പറഞ്ഞാൽ ഖുർആനിന്റെ വീക്ഷണത്തിൽ ഒരു ജൂതനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മറ്റേതെങ്കിലും വിശ്വാസിയാകട്ടെ, ഏതൊരു സത്യത്തെ പിന്തുടരുന്ന വ്യക്തിക്കും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അവൻ നിശ്ചയിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സമാധാനം നൽകുകയും മനുഷ്യ സമൂഹത്തിന് വേണ്ടി നല്ലത് പ്രവർത്തിക്കുകയും മനുഷ്യ സമൂഹത്തിന് വേണ്ടി നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാരോ അവന് ദൈവത്തിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടെന്നും ഭയപ്പെടേണ്ടതില്ലെന്നും അവന് പക്ഷാതപിക്കേണ്ടി വരികയോ മനസ്സാക്ഷിക്കുണ്ടാവുകയോ ചെയ്യേണ്ട ഒരവസ്ഥ അവന് ഉണ്ടാവുകയോ ചെയ്യുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഞാൻ ആമുഖമായിട്ട് എന്റെ സുഹൃത്തുക്കളെ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു ഒന്ന് മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. പക്ഷേ മുസ്ലിം എന്ന് പറയുന്നതും ഇസ്ലാം എന്ന് പറയുന്നതും മോമിൻ എന്ന് പറയുന്നതും എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചു. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊരു പ്രത്യേകമായ മതവിഭാഗമല്ല, മറിച്ച് ഏകദൈവത്തിലും അള്ളാഹുവിലും ഏകദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അതാണ് ഇസ്ലാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവനാണ് മുഅ്മിൻ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രത്യേകമായ ഒരു ആരാധനാ രീതി അവന്റെ മുമ്പിൽ കടന്നു വരുന്നില്ല. എന്നാൽ മുസ്ലിങ്ങളുടെ ഈ ഗ്രന്ഥത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വലാത്ത് എന്ന ഒരു പദമുണ്ട്. ഈ സ്വലാത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇന്ന് പ്രത്യേകമായ ഒരു ആരാധനാരീതി മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുണ്ടെന്നും ആ പ്രത്യേകമായ ആരാധനാരീതി ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അവന് രക്ഷയുള്ളൂ എന്നും ഈ രൂപത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സമൂഹം വിശ്വസിക്കുകയോ ആ രൂപത്തിൽ എഴുതി വെക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പൂർവികരായ പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ വളരെ വ്യക്തമായി അവർ പറഞ്ഞത് ഈ രീതിയിലുള്ള ഒരു ആചാരാനുഷ്ഠാന നമസ്കാരം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാന നമസ്കാരം നിർവഹിച്ചെങ്കിലേ അതിനാണ് സ്വലാത്ത് എന്ന് പറയുക എന്നും ആ രൂപത്തിലുള്ള ഒരു സ്വലാത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് എന്നും പൂർവികരായ പണ്ഡിതന്മാരൊക്കെ എഴുതി വയ്ക്കുകയും അവരൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യേകമായ രൂപത്തിലുള്ള അനുഷ്ഠാനം, ഈ ആരാധനാരൂപം അത് പ്രത്യേകമായ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ആരാധനാ രീതിയുണ്ട്. ആ ആരാധന ചെയ്തെങ്കിലേ അതിനാണ് സ്വലാത്ത് എന്ന് പറയുക, മലയാളത്തിൽ നമസ്കാരം എന്ന് പറയുക എന്നാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ഇന്ന് നിലനിൽക്കുന്നതും പൂർവികരായ പല ഭൂരിപക്ഷം മുസ്ലിം പുരോഹിതന്മാരും പണ്ഡിതന്മാരും സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മളിപ്പോ പറഞ്ഞു വെച്ച ആശയത്തിന് വിരുദ്ധമാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഏത് മതവിശ്വാസിയാണെങ്കിലും അത് ക്രൈസ്തവനാകട്ടെ, ജൂതനാകട്ടെ, ഇത് ഈ മതത്തിൽ നിന്നൊക്കെ സഭ തെറ്റി വേറെ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ആരാരെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സാക്ഷി കുത്തുണ്ടാവുകയോ അവർക്ക് ദുഃഖിക്കുകയോ അവർക്ക് വേദനിക്കുകയോ അവർക്ക് സങ്കടപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞ 2:62 മറ്റു പല വചനങ്ങളിലും അല്ലാഹു വിശദീകരിക്കാം. ഈ ആശയത്തിന് നേരെ വിപരീതമാണ് നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ ഈ രൂപത്തിൽ പ്രചരിപ്പിക്കും. ഇത് പറയുന്നതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സ്വലാത്ത് എന്ന് പറയുന്നത് നമസ്കാരം എന്ന പദമുണ്ട്, നമസ്കാരമുണ്ട്. പക്ഷേ നമസ്കാരത്തിന്റെ വളരെ വ്യക്തമായ രൂപം, നമസ്കാരത്തിന്റെ രൂപം വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടില്ല. അത് സംശയിക്കാവുന്ന, സത്യമാണോ എന്ന് സംശയിക്കാവുന്ന ഒരുപാട് പ്രമാണങ്ങളുണ്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ആ പ്രമാണങ്ങളിലൂടെ മാത്രമേ ഈ രൂപം നമുക്ക് മനസ്സിലാവുകയുള്ളൂ, വേർതിരിച്ച് കിട്ടുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അത് തന്നെ ഒരു വ്യക്തമായിട്ട് ഖുർആൻ ഒരാശയം പറയാം. ആ ആശയത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് ഗ്രഹിക്കണമെങ്കിൽ പ്രവാചകൻ മരിച്ച് 250-60 വർഷം കഴിഞ്ഞിട്ട് ബുഖാറ പോലെയുള്ള സോവിയറ്റ് റഷ്യ പോലെയുള്ള നാടുകളിൽ നിന്ന് കടന്നു വന്ന് ഉറപ്പില്ല, അത് തന്നെ ഉറപ്പില്ല, ഇത് പ്രവാചകന്റേതാണെന്ന് ഉറപ്പില്ലാത്ത, അതാണല്ലോ ഏത് ഹദീസുകൾ എന്നാണ് അതിന് മുസ്ലിം സമൂഹത്തിലുള്ള പിന്നെ അതിനുള്ള ഒരു സാങ്കേതികമായ പദം.
ഈ ഹദീസുകൾ ഏത് ഹദീസുകൾ ഉദ്ധരിച്ചാലും അവർ പറയും ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. ഉറപ്പില്ല. ഏത് ഹദീസ് പറഞ്ഞാലും അവർ പറയും ഔ കമാ ഖാല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ, പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ. ഉറപ്പില്ലാത്ത ഒരു വചനങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിന്റെ ഞാൻ തുടക്കത്തിൽ ഓടി വെച്ച ഒരു ആയത്തുണ്ട്. അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലാഹുവിനെ വണങ്ങി അനുസരിച്ച് ജീവിക്കുവാനല്ലാതെ മുഖ്ലിസീന ലഹുദ്ദീൻ, ഈ അനുസരണം അവന് മാത്രം വക്രതയില്ലാതെ നേരെ ചൊവ്വയായിക്കൊണ്ട് അനുസരണം അവന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുവാനല്ലാതെ അവന് പ്രിയതയും ജീവിക്കാനല്ലാതെ അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. സലാത്ത് സ്ഥാപിക്കാനും സകാത്ത് സമൂഹത്തിൽ കൊണ്ടുവരാനും സമൂഹത്തിൽ ഉണ്ടാക്കാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ദാലിക ദീനുൽ ഖയ്യിമ, അതാണ് സമ്പൂർണമായ മതം. അപ്പൊ സമ്പൂർണമായ ഒരു മതത്തിന്റെ ഒരു പെർഫെക്റ്റായ മതം എന്ന് ഞാൻ പറയാണ്. പക്ഷേ മതമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആശയമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. അതിന് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. മനുഷ്യൻ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണമെന്നും അവന്റെ ജീവിതത്തിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാമിന്റെ ആ ദീനുൽ ഖയ്യിമ എന്ന് പറയുന്നത് സമ്പൂർണമായ അനുസരണം, വികലമല്ലാത്ത, വക്രതയില്ലാത്ത, ഋജുവായ അനുസരണം മുഴുവൻ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് സലാത്ത് സ്ഥാപിക്കുകയും സകാത്ത് സമൂഹത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് സമ്പൂർണമായ മതം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ സമ്പൂർണമാണെന്ന് പറയുന്ന ആ മതത്തിലെ ഒരു സ്തംഭമാണ് സലാത്ത് എന്ന് പറയുന്നത്. ഇഖാമത്ത് സലാത്ത് ആ മതത്തിന്റെ ഒരു തൂണാണ്. ആ തൂണിന്റെ ഒരു കാര്യവും വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കത്തില്ല, ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ, ഇസ്ലാമിന്റെ, അല്ലെങ്കിൽ ഈ ദീനിന്റെ, ഈ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന സ്തംഭങ്ങളാണ് ഒന്ന് ഈതാഉൽ സകാത്തും, ഒന്ന് ഇഖാമത്തു സലാത്തും. അപ്പൊ ഇഖാമത്തു സലാത്തും ഈതാഉൽ സകാത്തുമായ ഈ രണ്ട് സംഗതികളുടെ ഒന്നും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ നബി മരിച്ച് 200 ചില്ലാനം വർഷം കഴിഞ്ഞ്, 250, 260 വർഷം കഴിഞ്ഞ് എഴുതിയുണ്ടാക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം അത് തന്നെ ഉറപ്പില്ലാത്ത, ഇത് ദൈവികമായ പ്രത്യയശാസ്ത്രമാണെന്ന് ഉറപ്പില്ലാത്ത പിന്നെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമേ ആ രൂപം കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത്, ഇതാണ് മുസ്ലിം സമൂഹം ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിരുദ്ധമായ ഒരു ആശയം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതൊരു വിരുദ്ധമായ ആശയം. ഒരു ഖുർആനാകട്ടെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ വരെ, ഒരു ദീനുൽ ഖയ്യിമ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സ്തംഭം എന്ന് പറയാൻ പറ്റാത്ത നിസ്സാരമായ കാര്യങ്ങൾ വരെ സൂക്ഷ്മമായിട്ട് ഖുർആൻ വിശദീകരിച്ചിരിക്കെ, ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഈ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ അടിസ്ഥാന സ്തംഭങ്ങളായിട്ട് പറഞ്ഞ രണ്ട് സംഗതികളുടെ ഒന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടില്ല എന്ന് പറയുക. ആ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 250 വർഷം കഴിഞ്ഞ് പിന്നെ മക്കയിലോ മദീനയിലോ ഒന്നുമല്ലാതെ വേറെ ഏതോ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ എഴുതിയുണ്ടാക്കിയ, അത് തന്നെ ഉറപ്പില്ലാത്ത ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്ന് പറയുന്നതാണ് നമ്മൾ സംബന്ധിച്ച് വിശ്വസിക്കാൻ പ്രയാസകരമായ കാര്യം. വളരെ നിസ്സാരമായ കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഒരു നായയുടെ കിടത്തം വരെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു നായ കിടക്കുന്ന സൂറത്ത് അസ്ഹാബുൽ കഹ്ഫിൽ ഒരു നായ കിടക്കുന്ന രൂപം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഖുർആൻ ഉദ്ദേശിക്കുന്ന സലാത്ത് എന്നുള്ള വേർഡ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സ്തംഭമാണ്, നെടും തൂണുകളിൽപ്പെട്ട ഒരു തൂണാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള നമസ്കാരം എന്ന് പറയുന്നത് അത് ഈ സ്വലാത്തിന്റെ വാക്കിനെ, ഈ സ്വലാത്തിന്റെ ആശയത്തെ ലക്ഷ്യം വെക്കുന്നതോ അർത്ഥമാക്കുന്നതോ അന്വർത്ഥമാക്കുന്നതോ അല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ നെടുംതൂണുകൾ ദീനുൽ ഖയ്യിമയുടെ പെർഫെക്റ്റായ മതം, പെർഫെക്റ്റായ സമ്പൂർണമായ ദീനിന്റെ അടിസ്ഥാന സ്തംഭങ്ങളാണ് ഇഖാമത്തും സലാത്തും ഈതാഉൽ സകാത്തും. പക്ഷേ അത് അടിസ്ഥാന സ്തംഭമായിരിക്കെ അതിനെക്കുറിച്ച് ഖുർആനൊന്നും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ജിബ്രീൽ വന്ന് പഠിപ്പിച്ച ഒരു രൂപമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് തന്നെ എഴുതപ്പെടുന്നത് 260 വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതപ്പെടുന്നത്. അപ്പൊ അത് തന്നെ വിശ്വാസയോഗ്യമാണെന്ന് ഉറപ്പില്ല.
അത് ഹദീസിനെ കുറിച്ചുള്ള ഹദീസിന്റെ സത്യം എന്നുള്ള രൂപത്തിൽ നമ്മൾ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഹദീസുകൾ എങ്ങനെ വന്നുവെന്നും അതിന്റെ വിശ്വാസ്യത എന്താണെന്നും നമുക്ക് സൂക്ഷ്മമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ ആശയം മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇത് വിശ്വാസയോഗ്യമായ, അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഹദീസുകൾ ലോകത്ത് ഒന്നുമില്ല എന്ന് അഹ്ലുൽ ഹദീസിന്റെ ഉസൂലുൽ ഹദീസിന്റെ അടിസ്ഥാന നിയമമാണ്. എല്ലാവരും പറയുന്നു മുത്തവാത്തിറായ ഒരു ഹദീസ് ലോകത്ത് ഉദ്ധരിക്കാൻ കഴിയില്ല. ഒരു ഹദീസ് തന്നെ മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനന്നാർ എന്ന് പറയുന്ന ഒരു ഹദീസ് വേണമെങ്കിൽ ഉദ്ധരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഈ ഹദീസ് ഉദ്ധരിക്കാം. ആരെങ്കിലും എന്റെ മേൽ മനഃപൂർവ്വം കളവ് കെട്ടിച്ചമച്ചാൽ അവൻ നരകത്തിൽ അവർ സീറ്റ് റിസർവ് ചെയ്യട്ടെ, ഒരുക്കിക്കൊള്ളട്ടെ, തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ആ ആശയം വരുന്ന, ആ തരത്തിൽ അർത്ഥം വരുന്ന ഒരു ഹദീസ് വേണമെങ്കിൽ ഉദ്ധരിക്കാം എന്നാണ് ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇഖാമത്തുൽ സ്വലാത്ത് എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാന തത്വമാണ്, അടിസ്ഥാന സ്തംഭമാണ്. പ്രവാചകന്മാരൊക്കെ ചെയ്തു പോകുന്നത് ഈ ഇഖാമത്തുൽ സ്വലാത്താണ്. ഈ ഇഖാമത്തുൽ സ്വലാത്തിന്റെ രൂപമാകട്ടെ ഖുർആൻ വിശദീകരിച്ചിട്ടില്ല എന്നുമാണ് നമ്മുടെ സംശയം. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭമായ ഇഖാമത്തുൽ സ്വലാത്തിന്റെയും ഈതാഉൽ സക്കാത്തിന്റെയും രൂപം ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിച്ചിട്ടില്ല. കൈ എവിടെ വെട്ടണമെന്ന് വിശദീകരിച്ചിട്ടില്ല. എവിടെ തുടങ്ങണമെന്ന് വിശദീകരിച്ചിട്ടില്ല. കാലെങ്ങനെ വെക്കണമെന്ന് വിശദീകരിച്ചിട്ടില്ല. റുക്കൂ എങ്ങനെ ചെയ്യണമെന്ന് വിശദീകരിച്ചിട്ടില്ല. സുജൂദ് എങ്ങനെ ചെയ്യണമെന്ന് വിശദീകരിച്ചിട്ടില്ല. ഇതിലെ ഒരു കർമ്മവും ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. എവിടെ അവസാനിപ്പിക്കണമെന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. ഓരോ ചലനങ്ങളിലും എന്ത് ചെല്ലണമെന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. ഓരോ ചലനങ്ങളും നിൽക്കുമ്പോൾ എന്ത് ചെല്ലണമെന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. ഇതൊന്നും ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭമാണ് അത് എന്ന് ഖുർആൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭം എന്ന് പറയാത്ത വളരെ നിസ്സാരമായ കാര്യങ്ങൾ വരെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനും കഴിയുന്നു. അപ്പോൾ ഇത് ഇപ്പൊ പറയണമെന്ന് ഒരു ഉദാഹരണം പറയാം. നമ്മള് ആ തലത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത് ഉണ്ടാക്കുന്ന രൂപം അത് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ അടിസ്ഥാന സ്തംഭം എന്ന് പറയുന്ന ഈ കാര്യം വിശദീകരിച്ചിട്ടില്ല. അതിന്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യം ഖുർആൻ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൈ ഏതുവരെ കഴുകണം, കാൽ ഏതുവരെ തടവണം, അത് പാരമ്പര്യ വ്യാഖ്യാനമാണ്. എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ശരിയായ അർത്ഥതലത്തിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ പാരമ്പര്യ വ്യാഖ്യാനം എടുത്താൽ തന്നെ ഈ അടിസ്ഥാന സ്തംഭമാകുന്ന സ്വലാത്തിന്റെ ഒരു കാര്യവും വിശദീകരിച്ചിട്ടില്ല. റുക്കൂ എങ്ങനെ ചെയ്യണമെന്ന് വിശദീകരിച്ചിട്ടില്ല. സുജൂദ് എങ്ങനെ ചെയ്യണമെന്ന് ഖുർആൻ ഇവർ പറയുന്ന രൂപത്തിൽ വിശദീകരിച്ചു തന്നിട്ടില്ല. എവിടെ തുടങ്ങണമെന്ന് ഇവർ പറയുന്ന രൂപത്തിൽ ഇന്ന് നിലവിലുള്ള നമസ്കാരത്തിന്റെ രൂപം തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങണമെന്ന അങ്ങനത്തെ ഒരു തുടക്കം ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. ആദ്യം നിൽക്കണമെന്നാണ്, അങ്ങനത്തെ ഒരു നൃത്തത്തെക്കുറിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. തുടക്കത്തിൽ വജ്ജഹത്ത് ചെല്ലുന്നൊരു രൂപമാണെന്നുള്ളത്, പക്ഷെ ഖുർആൻ തുടക്കത്തിൽ വജ്ജഹത്ത് ചെല്ലണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് നമ്മൾ ചൊല്ലുന്നത് ഫാത്തിഹ. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭം എന്ന് പറയുന്ന ഈ സ്വലാത്ത് വിശദീകരിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ നാം പറയുന്നത് ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വലാത്ത് ഇതല്ല എന്നുള്ളത് സൂചനയാണ് ഞാൻ തരാൻ പോകുന്നത്. ഖുർആൻ ഉദ്ദേശിക്കുന്ന സ്വലാത്ത് ഇതല്ല. ഖുർആൻ ഉദ്ദേശിക്കുന്ന സ്വലാത്ത് ഇവിടെ നിന്ന് വേറെ. ഖുർആൻ ഇന്ന് നമ്മൾക്ക് നമസ്കാരമാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇന്ന് നമ്മുടെ മുമ്പിൽ നിലവിലുള്ള ഒരു നമസ്കാരം, പാരമ്പര്യമായിട്ട് മെനഞ്ഞെടുത്ത ഒരു നമസ്കാരം നമ്മുടെ മുമ്പിലുണ്ട്. പാരമ്പര്യമായിട്ട് ജിബ്രീൽ വന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു നമസ്കാരം എന്ന രൂപത്തിൽ ഒരു നമസ്കാരം എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നമസ്കാരം വേണ്ട ആളുകൾക്ക് അതെടുക്കാം. പക്ഷേ ഖുർആൻ പറയുന്ന ഇഖാമത്തുൽ സ്വലാത്ത് ഈ അർത്ഥത്തിനല്ല. ഒരു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ, ഒരു ദൈവികമായ അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ, ഒരു സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സാമൂഹിക നീതിയുടെയും മനുഷ്യാവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുക്കുന്ന ഒരു സൊസൈറ്റിയുടെ ദൈവികമായ അച്ചടക്കത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിച്ചെടുക്കുക എന്ന ആ രൂപത്തിൽ ഒരു ആശയത്തെ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള ഒരു സലാത്തിനെ കുറിച്ചാണ് ഖുർആനിന് പരിചയമുള്ളൂ. ആ സലാത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അതാണ് ഇഖാമത്തുൽ സ്വലാത്ത്. ആ സ്വലാത്ത് ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിൽ നാം ആചാരമായിട്ട് ചെയ്തു പോരുന്ന, ഒരു ആചാരാനുഷ്ഠാനമായി ചെയ്തു പോരുന്ന ഈ ആരാധനയുടെ രൂപം ഖുർആൻ വിശദീകരിച്ചതല്ല. അത് ജിബ്രീൽ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് നബിയുടെ മുമ്പിൽ നിന്ന് നമസ്കരിച്ച് രൂപം പഠിപ്പിച്ചു കൊടുത്ത ഒരു നമസ്കാരമാണ്. അത് വേണ്ട ആളുകൾ അത് പിന്തുടർന്ന് ജീവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യട്ടെ. അവരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. നമുക്കിവിടെ അവതരിപ്പിക്കാനുള്ളത് ഖുർആനിന്റെ ഇഖാമത്തുൽ സ്വലാത്താണ്. ആ
ഇഖാമത്തു സ്വലാത്ത് ഖുർആൻ വിവരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ഇഖാമത്തു സ്വലാത്ത് എന്തൊക്കെ ചെയ്യണമെന്നും അതിന്റെ പൂർണ്ണമായ എല്ലാ വിവരണവും വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട് എന്നാണ് നാം സൂചിപ്പിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് അതാണ്. മറിച്ച് ഇന്ന് ജിബ്രീൽ പഠിപ്പിക്കപ്പെട്ട ഒരു നമസ്കാരം എന്ന രൂപത്തിലുള്ള ഒരു നമസ്കാരവും ഒരു 2.5% എന്ന് പറയുന്ന വർഷത്തിൽ തികയുമ്പോൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരു 2.5% എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു സക്കാത്തിന്റെ രൂപവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഈ പൈതൃകമായി കിട്ടിയ പാരമ്പര്യമായി കിട്ടിയ ഒരു ആചാരമാണ്. അത് ഈ 2 സത്യസംഹിതകളും വിശുദ്ധ ഖുർആൻ നെടുന്തൂണുകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഈ ആ ഇഖാമത്ത് സ്വലാത്തിന്റെയും ഈത്താഉ സക്കാത്തിന്റെയും വിവരണമല്ല. ഇനി ഞാൻ ഈ അസ്സലാത്ത് എന്നുള്ള പദത്തിലേക്ക് ആദ്യമായിട്ട് കിടക്കുകയാണ്. ഈ സല്ല എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഈ പദം ഉണ്ടായത് തന്നെ. സല്ല എന്നാണ് ഈ പദത്തിന്റെ തുടക്കം. ഈ പദത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഭാഷാഗ്രന്ഥങ്ങളിലൊക്കെ ഓരോ പദങ്ങളുടെയും ഉത്ഭവം വിശദീകരിക്കുന്ന ഭാഷാഗ്രന്ഥങ്ങൾ ഇന്നും പണ്ടും എന്നും ലോകത്ത് കിട്ടാനുണ്ട്, ഇന്നും കിട്ടാനുണ്ട്. ഇത് പറയുന്നത് നിരന്തരമായി ഒരു ആശയത്തെയോ ഒരു വസ്തുവിനെയോ പിന്തുടരുക എന്നതാണ് അതിന്റെ ഈ പദത്തിന്റെ അർത്ഥം. നിരന്തരമായി ഒരു ആശയമോ ഒരു വ്യക്തിയെയോ നിരന്തരമായി പിന്തുടരുക എന്നാണ് ഈ സല്ല എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. അത് ഇപ്പോൾ ഒരു കുതിരപ്പന്തയം എടുക്കുകയാണെങ്കിൽ ഈ ഭാഷ ഉത്ഭവിച്ച ഈ പദം ഉത്ഭവിച്ച കാരണങ്ങൾ വിശദീകരിക്കുന്ന വളരെ വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച ഒരാശയമാണ് ഞാൻ പറയുന്നത്. ഈ പദം ഓരോ പദങ്ങളും ഉത്ഭവിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. അതിലെ വിശദീകരിച്ചതാണ് ഈ പദം. ഒരു കുതിരപ്പന്തയത്തിൽ ഏറ്റവും മുന്നിലോടുന്ന കുതിരക്ക് സ്ഥാപിക്കുകയെന്നും അതിന്റെ പിറകെ ആ കുതിരയെ നിരന്തരമായി പിന്തുടർന്ന് അതിനെ ഫോളോ ചെയ്ത് അതിനെ നിരന്തരമായി പിന്തുടർന്നോടുന്ന രണ്ടാമതോടുന്ന കുതിരക്ക് മുസല്ലി എന്നുമാണ് പറയാം. മുസല്ലി, ആ സ്ഥാപിക്ക് മുസല്ലി, മുന്നിലെത്തുന്ന ആള് അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ കുതിരക്ക് മുസല്ലി എന്നുമാണ് പറയുക. അതിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത് എന്ന് ഭാഷാഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഭാഷാഗ്രന്ഥങ്ങൾ വിട്ട് ഇനി നമുക്ക് ഖുർആനിലേക്ക് തിരിച്ചു വരാം. ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഫലാ സദ്ദക വലാ സല്ല വലാകിൻ കസ്സബ വതവല്ല. ഫലാ സദ്ദക സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു വിശദീകരിക്കാൻ ഫലാ സദ്ദക, അവൻ സദ്ദക ചെയ്തില്ല, അവൻ ദൈവികമായ ഈ ആശയങ്ങളെ ശരിവെക്കുകയോ അത് വിശ്വസിക്കുകയോ അവൻ ചെയ്തില്ല. പിന്നെയോ വലാ സല്ല, അവൻ ദൈവികമായ ഈ ആശയത്തെ നിരന്തരമായി പിന്തുടർന്നതുമില്ല. വലാകിൻ, മറിച്ചവൻ ചെയ്തത് കസ്സബ, സദ്ദഖയുടെ വിപരീതം അല്ലാഹു പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഫലാ സദ്ദഖ, അതിന്റെ വിപരീതം വലാകിൻ കസ്സബ, മറിച്ചവൻ ഇതിനെ കളവാക്കുകയും നിഷേധിക്കുകയും തള്ളിക്കളയുകയുമാണ് ചെയ്തത്. ദൈവികമായ ആശയങ്ങളെയോ വചനങ്ങളെയോ ദൈവദൂതന്മാരെയോ നിഷേധിക്കുന്നതിനാണ് കസ്സബ എന്ന് ഖുർആനിൽ ഉപയോഗിച്ച പദങ്ങളൊക്കെ. അതാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ പറയുന്ന വർത്തമാനത്തെ കളവാക്കുന്നതിന് കസ്സബ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ദൈവികമായ ഒരു പ്രവാചകനെ കളവാക്കുന്നതിന് കസ്സബ എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ദൈവികമായ സന്ദേശമാണ് പറയുന്നത്. ദൈവികമായ ആയത്തുകൾ യുകദ്ദിബു ബിആയാത്തില്ലാഹി യുകദ്ദിബു ബിദ്ദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദീനിനെ കളവാക്കുക. അല്ലദീന യുകദ്ദിബു ബിആയാത്തി വല്ലദീന കസ്സബു ബിആയാത്തിന, എന്റെ വചനങ്ങളെ തള്ളിക്കളയുക. അതുപോലെ തന്നെ കസ്സബ, ഒരു പ്രവാചകനെ നിഷേധിച്ചപ്പോൾ കസ്സബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവികമായ ആശയമാണ് ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് കസ്സബ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദൈവികമായ പ്രവാചകനെയോ ആശയത്തെയോ വചനത്തെയോ ദീനിനെയോ കളവാക്കി കളയുക എന്നാണ്. അപ്പൊ മറിച്ച് വലാ സല്ല, അവൻ സല്ലയല്ല ചെയ്തത്, മറിച്ച് വലാകിൻ കസ്സബ വതവല്ല. അപ്പൊ സല്ലയുടെ വിപരീതം തവല്ല, അവൻ തന്റെ മുഖം തിരിച്ച് പിന്തിരിഞ്ഞു പോയി. അപ്പൊ തന്റെ മുഖം തിരിച്ച് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളതിന്റെ വിപരീതമായിട്ട് ഈ ആശയത്തെ നിരന്തരമായി പിന്തുടരുക. അതാണ് പിന്തുടരുക, സത്യപ്പെടുത്തുക, കളവാക്കുക. 2 പദങ്ങളുടെയും വിപരീത പദമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് സൂറത്തുൽ ഖിയാമയിൽ. ഫലാ സദ്ദക, സദ്ദഖയുടെ നേരെ വിപരീതം പറഞ്ഞു കസ്സബ, സല്ലയുടെ നേരെ വിപരീതം പറഞ്ഞു തവല്ല, പിന്തിരിഞ്ഞു, പിന്തുടർന്നു. അപ്പൊ ദൈവികമായ ആശയത്തെ നിരന്തരമായി പിന്തുടരുക എന്നുള്ള അർത്ഥത്തിനാണ് സല്ല എന്ന് ഭാഷയിൽ ഉപയോഗിച്ചത്, ഖുർആനിൽ ഉപയോഗിച്ചത്. അസ്വല എന്ന് പറഞ്ഞാൽ പുറം ഭാഗത്തിനാണ്. നമ്മുടെ ഈ പുറം ഭാഗത്തിനാണ് അസ്വല എന്ന് പറയുക. ഈ പുറം
പുറം ഭാഗത്തോടെ ഈ പിന്നിലെ ഈ ഭാഗത്തിനെയാണ് അസ്ഫല എന്ന് പറയുക. അപ്പൊ ഈ പിൻഭാഗത്ത് നോക്കി ആളുകൾ ഇങ്ങനെ പിന്തുടർന്നു വരിക. ആ പിന്തുടർന്നവൻ ആരോ അവനാണ് മുസല്ലി എന്ന് പറയുക. അപ്പൊ ദൈവികമായ ആശയങ്ങളെ നിരന്തരമായി പിന്തുടരുകയും അത് ജനങ്ങളോട് പിന്തുടരാൻ പറയുകയും ചെയ്യുക, അതാണ് സ്വല്ല എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ നിന്ന് ആ സ്വലാത്ത് ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് ഇഖാമത്ത് സ്വലാത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ അർത്ഥവ്യത്യാസങ്ങൾ അതാതിന്റെ സമയങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. ഈ ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണ് ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ അവരൊക്കെ ദൈവികമായ ആശയങ്ങളെ നിരന്തരമായി പിന്തുടരുകയും ജനങ്ങളോട് ഈ ദൈവികമായ ആശയങ്ങളെ, കൽപ്പനകളെ, മാർഗനിർദ്ദേശങ്ങളെ പിന്തുടരാൻ കൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ കൽപ്പിച്ച ശേഷം പിൻതലമുറകൾ, ഈ പ്രവാചകന്മാരുടെയൊക്കെ പിൻതലമുറകൾ വന്നിട്ട് ഈ ആശയത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് സൂറത്ത് മറിയമിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞതാണ് പിൻതലമുറകൾ വന്നു, പ്രവാചകന്മാര് ദൈവികമായ ആശയത്തെ, സന്ദേശത്തെ ലോകത്തെ പഠിപ്പിച്ചു. ഈ ആശയത്തെ പിന്തുടരാൻ ജനങ്ങളോട് പറഞ്ഞു. അവര് പിന്തുടർന്ന് ജീവിച്ചു. പക്ഷേ ആ പ്രവാചകന്മാരെ ഒരുപാട് ശൃംഖലകൾ, പ്രവാചകന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞ ശേഷമാണ് അതിനുശേഷം അല്ലാഹു പറയാണ് ആ പ്രവാചകന്മാർക്കൊക്കെ ശേഷം പിൻതലമുറകൾ വന്നു. അല്ലാഹു സ്വലാത്ത, ആ ദൈവികമായ ആശയത്തെ പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളത് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു, പാഴാക്കി കളഞ്ഞു. എന്നിട്ട് പിന്നെ എന്താണ് അവർ ചെയ്തത്? അവര് ദൈവികമായ കൽപ്പനകൾക്ക് പകരം പിന്നീട് അവരെന്താണ് പിന്തുടർന്നത്? അവര് സ്വന്തം ഇച്ഛകളെ, സ്വന്തം താല്പര്യങ്ങളെ, സ്വന്തം മോഹങ്ങളെ, സ്വന്തം ആഗ്രഹങ്ങളെ അവര് പിന്തുടരുകയും ചെയ്തു. അവര് നാശത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർക്ക് നാശത്തിന്റെ, പരാജയത്തിന്റെ ഒരു ജീവിതത്തിലേക്കാണ് അവരെടുത്തെറിയപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു. അതാണ് അപ്പൊ പ്രവാചകന്മാരൊക്കെ ഇഖാമത്തു സ്വലാത്ത്, ഈ ദൈവികമായ വ്യവസ്ഥിതി, ദൈവികമായ ഈ കൽപ്പനകളും ആശയങ്ങളും ഭൂമിയിൽ സ്ഥാപിക്കുകയും അതനുസരിച്ച് ഓരോ സമൂഹങ്ങളെ ഉണ്ടാക്കി അതിനെ പിന്തുടർന്ന് ജീവിക്കുന്ന ഓരോ സമൂഹത്തെ ഭൂമിയിൽ ഉണ്ടാക്കി അവർ പോവുകയും ചെയ്ത് അവരുടെ പിൻതലമുറകൾ വന്നിട്ട് ആ ആശയത്തെ പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളതിന് അവർ പാഴാക്കി കളഞ്ഞ് അവരൊക്കെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് അവർ ജീവിക്കുകയും ഇതിനെ പിന്തുടർന്ന് ജീവിക്കാതെ ഇതിനെ തള്ളിക്കളയുകയും ചെയ്തു എന്ന് സൂറത്ത് മറിയമിൽ അല്ലാഹു വിശദീകരിക്കുന്നു. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിഷയങ്ങളിൽ ഓരോന്നിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മറ്റേ ഒന്ന് പറയുന്നു, എന്തുകൊണ്ട് ഇത് പറയുന്നു, എന്തുകൊണ്ട് അത് പറയുന്നു എന്ന്, അല്ലെങ്കിൽ അസമി സ്വലാത്തിന്റെ ദുരൂഹി അതിലേക്കൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ വിഷയത്തിലേക്ക് നാം വരുന്നുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകന്മാരുടെ മുഖ്യമായ ദൗത്യം, പ്രവാചകന്മാരുടെ ലക്ഷ്യം ഈ അവർ സ്വയം തന്നെ ദൈവികമായ ആശയങ്ങളെ അനുസരിച്ച് തുടർന്ന് ജീവിക്കുകയും അതിനെ പിന്തുടർന്ന് ജീവിക്കുകയും അത് പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതി ഭൂമിയിൽ, സൊസൈറ്റിയെ, ഒരു സമൂഹത്തെ ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം. ഈ ഒരു ദൗത്യം തന്നെയാണ് അല്ലാഹു ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയിലൂടെ അല്ലാഹു അവതരിപ്പിക്കുന്നു. ഇബ്രാഹിം നബി, സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വിവരിക്കുന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയഖീമുസ് സ്വലാത്ത ഫജ്അൽ അഫീദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വറുസ്ഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ എന്ന സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ വചനത്തിൽ പറയുന്നു. റബ്ബനായി പടച്ചവനെ, എന്റെ സന്തതികളെ ഞാനിതാ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു വാദിൻ, ഒരു പ്രദേശത്ത്, ഒരു താഴ്വരയിൽ, കൃഷിയില്ലാത്ത എന്താ ബൈത്തുൽ മുഹറം, പരിശുദ്ധമായ ആ ബൈത്തുൽ മുഹറം എന്ന് പറയുന്ന ആ പദം ഒന്ന് സൂക്ഷ്മമായി വിശദീകരിക്കേണ്ട പദമാണ്. അത് ഞാൻ ഇവിടെ ഇപ്പൊ തൽക്കാലം ഇവിടെ ഞാൻ അവിടുത്തെ ലക്ഷ്യം മാത്രം പറയാം. അതായത് ഇന്നത്തെ വിശ്വാസപ്രകാരമാണെങ്കിൽ 2000-ഓളം കിലോമീറ്റർ അപ്പുറത്തേക്ക് തന്റെ മക്കളെ കൊണ്ടുവന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചതിന്റെ ലക്ഷ്യം, അതിനിപ്പോ 2000 ഏതോ ആകട്ടെ, ഒരു പ്രദേശത്ത് തന്റെ മക്കളെ വന്ന കൃഷിയില്ലാത്താന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടി വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ദൈവികമായ ആശയം, അള്ളാഹുവിന്റെ ആശയം കിട്ടാത്ത ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് അവിടെ ഇറക്കാത്ത കൃഷി എന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു ആലങ്കാരികമായ അർത്ഥത്തിൽ അതാണ് ഒന്നുകൂടി ശരിയാവുന്ന അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഖുർആനിൽ 2 താഴ്വരയെ കുറിച്ചാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. ഒന്ന് മൂസാ നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വാദിൽ മുഖദ്ദസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ ആശയം കൊണ്ട്, ഈ ആശയം കിട്ടിക്കൊണ്ട് പവിത്രമായ, പരിശുദ്ധമാക്കപ്പെട്ട ഒരു പ്രദേശം, അതാണ് ഈ ആശയം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഒരു പ്രദേശം. അതിന്റെ വിപരീതമായിക്കൊണ്ടാണ് വാദിൻ വൈറതീതറയിൽ ഈ ആശയം ഇറക്കപ്പെടാത്ത, ഈ ആശയം ആ സമൂഹത്തിൽ കൃഷി ഇറക്കാത്ത ഒരു പ്രദേശത്ത് എന്റെ മക്കളെ ഞാൻ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യമാണ് പറയുന്നത് റബ്ബനാ ലിയുഖീമുസ്സലാത്ത്. അതാണ് ഈ മക്കളെ അവിടെ കൊണ്ടുവന്ന് ആക്കാൻ പറഞ്ഞ ഏക ലക്ഷ്യം. അത് നമസ്കരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ ഈ ആചാരാനുഷ്ഠാനമാണെങ്കിൽ അതിന് വീട്ടിൽ നിർത്തിയാൽ തന്നെ മതി. വീട്ടിൽ നിർത്തിയാൽ നമ്മുടെ ഒരു ശ്രദ്ധ കൂടി മക്കള് നമസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ഒരു ശ്രദ്ധ കൂടി വേണമെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നേരെ മാത്രമല്ല, ഈ ഇഖാമത്തുസ് സലാത്തിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്കിടയിൽ പ്രചരിച്ചിരിക്കുന്ന ഈ ആചാരാനുഷ്ഠാനമാണെങ്കിൽ മക്കളെ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി, അതും ഇന്ന് നമ്മുടെ നിലവിലുള്ള വ്യാഖ്യാന പ്രകാരം വളരെ ക്രൂരമായ ഒരു കാര്യമായി മാറുകയാണ്. കാരണം ആൾ താമസമില്ല, ജനങ്ങളില്ല, കൃഷിയില്ല, അവിടെ വെള്ളമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു കാട്ടിൽ കൊണ്ടുപോയി പിഞ്ചു പൈതങ്ങളെ ആക്കി എന്നൊക്കെയാണ് ഇന്നത്തെ വ്യാഖ്യാനം. ആ രൂപത്തിലൊക്കെ മക്കളെ ഒരു ഇഖാമത്തുസ് സലാത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ആക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്. പക്ഷേ ഇന്ന് നിലവിലുള്ള വ്യാഖ്യാനങ്ങൾ പലതും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നുണകളെ കൊണ്ട് ഇവർക്ക് പവിത്രതയും മഹത്വവും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒരുപാട് നുണകൾ കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ജനങ്ങളില്ല, അവിടെ ആൾപ്പാർപ്പില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഖുർആനിൽ നമുക്ക് അങ്ങനെയല്ല മനസ്സിലാകുന്നത്. റബ്ബനാ ലിയുഖീമുസ് സലാത്ത വജഅൽ അഫീദത്തൻ മിനന്നാസി എന്നാ പറയുന്നത്. ജനങ്ങളുടെ ഹൃദയങ്ങൾ, മനസ്സുകൾ അവരിലേക്ക് ആകർഷിക്കണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവിടെ മനുഷ്യന്മാരുണ്ട്. മനുഷ്യന്മാരില്ലാതെ എങ്ങനെയാണ് വജഅൽ അഫീദത്തൻ മിനന്നാസി തഹ്വീ ഇലൈഹി, മനുഷ്യരുടെ മനസ്സുകൾ അവതരിപ്പിക്കുന്ന ഈ ആശയത്തിലേക്ക്, അവരിലേക്ക് വന്നാൽ അവരവതരിപ്പിക്കുന്ന ആശയത്തിലേക്ക് മനുഷ്യരുടെ മനസ്സുകൾ അതിലേക്ക് ചായ്വ് കാണിക്കുകയും ചെയ്യണമേ, അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇബ്രാഹിം പ്രാർത്ഥിച്ചു. അവിടെ മനുഷ്യരുണ്ട്. പിന്നെ കൃഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കൃഷി എന്ന് പറയുന്നതിന് ദൈവികമായ ഒരു ആശയം കിട്ടാത്ത ഒരു ഊശ്വര ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ് അവർ വൈറതീതറയിൽ. കാരണം വാദിൽ മുഖദ്ദസുണ്ട്, വാദിൻ വൈറതീതറയുണ്ട്. ഈ രണ്ടർത്ഥത്തിൽ പറഞ്ഞ ഇത് നോക്കുമ്പോൾ ഏകദേശം ശരിയാവുന്നതാണ്. നമ്മുടെ വിഷയം ഇവിടെ അതല്ല. ഈ മക്കളെ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇബ്രാഹിം കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള ഏക കാരണം ലീ എന്ന് പറഞ്ഞാൽ വേണ്ടിയാണ്. ഇന്നതിന് വേണ്ടി, ഇതിനു വേണ്ടി, ലീ വേണ്ടി, ഏതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊടുന്നാക്കിയിരുന്ന ലിയുഖീമുസ് സലാത്ത്. ഏക ലക്ഷ്യം അതേ ഉള്ളൂ. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മക്കളെ, ഇന്നത്തെ ഈ ആചാര അനുഷ്ഠാനമാണെങ്കിൽ മക്കളെ അങ്ങനെ എത്രയോ കിലോമീറ്ററുകൾ, 2000 ആയാലും അല്ല, 1000 ആയാലും അല്ല, എത്രയോ കിലോമീറ്ററുകൾ അകലെ തന്റെ മക്കളെ കൊണ്ടുപോയി ഈ ദൗത്യം അവരെ നിർവഹിക്കാൻ വേണ്ടിയിട്ടല്ലാതെ നമസ്കരിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമസ്കരിക്കാനാണെങ്കിലും നമ്മുടെ തൊട്ടപള്ളിയിലാണെങ്കിലും നിസ്കരിക്കാം, വീട്ടിലാണെങ്കിലും നിസ്കരിക്കാം എന്ന് പറഞ്ഞ വാപ്പാട് ഒരു ശ്രദ്ധയും കിട്ടും. വീട്ടിൽ തന്നെ നമസ്കരിപ്പിച്ചാൽ മതി. ഇതൊന്നുമല്ല. ഈ ദൈവികമായ വ്യവസ്ഥിതിയെ, ഈ ആശയത്തെ അവിടെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മക്കളെ കൊണ്ടുപോയി ആക്കിയത്. അപ്പൊ അതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. പ്രവാചകന്റെ ജീവിതം മുഴുവൻ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കേവലം ഒരു ആചാരാനുഷ്ഠാനം എന്നുള്ള അർത്ഥത്തിനെടുത്താൽ നമ്മുടെ മുഹമ്മദ് നബിയുടെ ദൗത്യം വരെ ചുരുക്കി കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വമിൻ ദുരിയ്യത്തി എന്നാണ്, ഇബ്രാഹിം നബിയുടെ സന്തതി പരമ്പരകളിൽപ്പെട്ടതാണ് മുഹമ്മദ് നബി എന്നാണ് ഇന്ന് വിശദീകരിച്ചു പോരുന്നത്. ആ വിശദീകരണം അംഗീകരിക്കുകയാണെങ്കിൽ തന്റെ മക്കളുടെ ദൗത്യം അത് ഇസ്മായിലും ഇസ്ഹാഖിലും മാത്രം ഒതുങ്ങുന്നില്ല. തുടർന്ന് അങ്ങോട്ട് പോരുന്ന അദ്ദേഹത്തിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട മുഹമ്മദിന്റെ ദൗത്യം വരെ കേവലം ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള അതിൽ പരിമിതപ്പെടുത്തുമ്പോൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ ഖുർആൻ അവതരിപ്പിക്കുന്ന, ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആ ഇഖാമത്തുസ് സലാത്ത് എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ നിന്ന് തന്നെ, ഈ ആശയത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു ആചാരാനുഷ്ഠാനത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി അത് നിർവഹിക്കാനും അത് മുറപ്രകാരം നിർവഹിക്കാനും വേണ്ടിയാണെങ്കിൽ പ്രവാചകന്റെ ലക്ഷ്യം ചുരുങ്ങുന്നു. ഇബ്രാഹിം നബിയുടെ മക്കൾ പരമ്പരയിലുള്ള എല്ലാ ദൂതന്മാരുടെയും ലക്ഷ്യം വളരെ പരിമിതപ്പെടുന്നു. ആ പ്രവാചക പരമ്പരയിൽ മുഹമ്മദിന്റെ ദൗത്യവും മുഹമ്മദിന്റെ ജോലിയും ഈ ഒരു ഇഖാമത്തുസ് സലാത്തിൽ പരിമിതപ്പെടുന്നു. അങ്ങനെ ആവുമ്പോൾ ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, എന്തിനാണ് പ്രവാചകന്മാർ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായത്? എന്തിനാണ് പ്രവാചകന്മാർ കൊല്ലപ്പെട്ടത്?
എന്തിനായിരുന്നു പ്രവാചകന്മാർ നാട് കടത്തപ്പെട്ടത്? അവര് തിരസ്കരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ ആചാരാനുഷ്ഠാനം പഠിപ്പിച്ചതുകൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പ്രവാചകന്മാർ തിരസ്കരിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ അവർ ആട്ടിയോടിക്കപ്പെടുകയോ അവർ മർദ്ദിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കാളി വന്നാൽ കുറച്ച് നമസ്കാരം അധികം നമസ്കരിച്ചാൽ, നമസ്കരിപ്പിക്കുന്ന ഒരു കാളിയാണെങ്കിൽ, ഒരു പണ്ഡിതനാണെങ്കിൽ, ഒരു ഇമാമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കുറച്ച് അധികം കിട്ടുക ചെയ്യാം. അദ്ദേഹത്തിന് ഒന്നുകൂടി ബഹുമാനിക്കുക ചെയ്യാം. കാരണം ഇയാള് നാളുകളെ നല്ല നമസ്കരിപ്പിക്കുന്ന ആളാണ്. ഇയാൾക്ക് നല്ല സമൂഹത്തിൽ ഒരു പൊന്നാടയും കൂടി അദ്ദേഹത്തിന് അധികം കൊടുക്കുക ചെയ്യാം. നേരെ മറിച്ച് പ്രവാചകന്മാരൊക്കെ സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടു, അവർ ആട്ടിയോടിക്കപ്പെട്ടു, അവർ കൊല്ലപ്പെട്ടു. ഒരുപാട് പ്രവാചകന്മാർ കൊല്ലപ്പെട്ടു. അപ്പൊ ഇത് നിലവിലുള്ള വ്യവസ്ഥിതിയെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ദൈവികമായ ഒരു നീതിയുടെ, ഒരു ധർമ്മത്തിന്റെ, ഒരു മനുഷ്യാവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുക്കുന്ന നിലവിലുള്ള സ്വേച്ഛാധിപത്യത്തിന്റെയും അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും വ്യവസ്ഥിതിയാകെ തകിടം മറിച്ച് അവിടെ ഒരു നീതിയുടെയും ഐശ്വര്യപൂർണവുമായ ഒരു വ്യവസ്ഥിതി, ഒരു ദൈവികമായ വ്യവസ്ഥിതിയെ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴേ ഏതൊരു മനുഷ്യനും കൊല്ലപ്പെടുകയോ ആട്ടിയോടിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ. കേവലം ഈ ആചാരാനുഷ്ഠാനം മുറപ്രകാരം നിർവഹിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്റെ മക്കളെ ഞാനിവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പ്രവാചകന്മാരുടെ ഇസ്മായിലിന്റെയും ഇബ്രാഹിമിന്റെ തന്നെ പ്രാർത്ഥന റബ്ബനാ വജ്അൽനീ മുഖീമസ്സലാത്ത് എന്നാണ് ഇബ്രാഹിം എന്ന് പ്രാർത്ഥിച്ചത്. പടച്ചവനെ എന്നെ മുഖീമുസ്സലാത്താക്കണം, എന്നെ മുക്കി ഇഖാമത്തു സ്വലാത്ത് ചെയ്യുന്ന ആളാക്കണം എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇബ്രാഹിമിന്റെ ദൗത്യം, അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്, പടച്ചവനെ എന്നെ ഇഖാമത്തു സ്വലാത്ത്, എന്നെ മുഖീമുസ്സലാത്താക്കണം. ഇഖാമത്തു സ്വലാത്ത്, ഈ സ്വലാത്ത് സ്ഥാപിക്കുകയും അതിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ആളാക്കി എന്നെ മാറ്റണമേ എന്നാണ് ഇബ്രാഹിം പ്രാർത്ഥിച്ചത്. തന്റെ മക്കളെ അങ്ങനെ ആക്കി തീർക്കണമേ എന്നാണ് ഇബ്രാഹിം പ്രാർത്ഥിച്ചത്. ആ മക്കളുടെ പരമ്പരയിൽ മുഹമ്മദ് നബിയും പെടും. അപ്പൊ ഞാൻ പറയുന്നത് പ്രവാചകന്മാരുടെ മുഴുവൻ ദൗത്യവും കേവലം ഒരു ആചാര അനുഷ്ഠാനം പഠിപ്പിക്കുക എന്ന ഈ ഒരു ചെറിയ വൃത്തത്തിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒതുക്കുമ്പോഴാവുന്നു ഈ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ട്, ഏത് ചോദ്യങ്ങളെന്ന് ചോദിച്ചാൽ, എന്തിന് ഈ പ്രവാചകന്മാർ നാട്ടിൽ നിന്ന് നിഷ്കാസിതരായി? എന്തുകൊണ്ട് ഈ പ്രവാചകന്മാർ കൊല്ലപ്പെട്ടു? എന്തുകൊണ്ട് ഈ പ്രവാചകന്മാർ മർദ്ദിക്കപ്പെട്ടു, ക്രൂരമായി വധിക്കപ്പെട്ടു? ഈ കേവലമായ ഒരു ആചാരാനുഷ്ഠാനം പഠിപ്പിച്ചതിന്റെ പേര് ആയിരിക്കുകയില്ല. അപ്പം കേവലം ഒരു ആചാരാനുഷ്ഠാനങ്ങളല്ല, മനുഷ്യന്റെ മുഴുവൻ മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയെ മനുഷ്യന്റെ എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരിക എന്നതാണ് ഈ ഇഖാമത്തു സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം. അത് സ്ഥാപിച്ചെടുക്കുക, അതിനെ പിന്തുടർന്ന് ജീവിക്കുക എന്നതാണ് സ്വലാത്ത് സല്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ശുഐബ് നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പ്രധാനപ്പെട്ട ഈ ദൈവത്തിന്റെ അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയുടെ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രമുഖമായ സ്ഥാനം സാമ്പത്തിക രംഗമാണ്. പ്രമുഖമായ സ്ഥാനം അത് സാമ്പത്തിക രംഗമാണ്. എല്ലാ മേഖലകളിൽ എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഏറ്റവും സുപ്രധാനമായ ഭാഗം മനുഷ്യരുടെ സാമ്പത്തിക രംഗത്തുള്ള വ്യവസ്ഥിതി, നിർദ്ദേശങ്ങൾ, സാമ്പത്തിക രംഗം ശുദ്ധീകരിക്കുകയും അത് ദൈവികമായ വ്യവസ്ഥിതിക്കനുസരിച്ച് പടുത്തുയർത്തുകയും ചെയ്യുക എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതാണ് ശുഐബ് നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ശുഐബിന്റെ ജനത ശുഐബ് നബിയോട് ചോദിക്കുന്നതായിട്ട് എങ്ങനെ വിശദീകരിക്കുന്നു? കാലു, അവർ പറഞ്ഞു, യാ ശുഐബ്, ഓ ശുഐബേ, സ്വലാത്തുക, നിന്റെ സ്വലാത്താണോ ഞങ്ങളുടെ പിതാക്കളൊക്കെ വണങ്ങി അനുസരിച്ച് പോകുന്നതിനെയൊക്കെ ഉപേക്ഷിക്കാനും, ഔ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും ഈ അംബാലിന ഞങ്ങളുടെ സമ്പത്തിൽ, മാനസാവും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഞങ്ങളുടെ സമ്പത്ത്
ചിലവഴിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയണം, അത് ഉപേക്ഷിക്കാനും താങ്കളോട് കൽപ്പിക്കുന്നത് താങ്കളുടെ സലാത്താണോ എന്ന് ചോദിക്കും. അതാ പറഞ്ഞത്, സാമ്പത്തിക രംഗമാണ് ഈ മനുഷ്യരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ വെളിച്ചം വീശുന്ന അനുകരണീയമായ ഒരു വ്യവസ്ഥിതിയെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ഇഖാമത്തുൽ സലാത്ത് കൊണ്ട് ഉദ്ദേശമെന്ന് ഞാൻ പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ഭാഗം, അതിലെ സുപ്രധാനമായ ഭാഗം അവരുടെ സാമ്പത്തികമായ രംഗമാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ശുഐബ് നബിയുടെ ജനത ശുഐബ് നബിയോട്, പ്രവാചകനായ ശുഐബിനോട്, ദൂതനായ ശുഐബിനോട് ആ ജനത ചോദിച്ചത്. കാലു, അവർ ചോദിച്ചു, യാ ശുഐബ് അസ്സലാത്തുക, ശുഐബേ നിന്റെ സ്വലാത്താണോ, നിന്റെ സ്വലാത്താണോ തൗമുറുക നിന്നോട് കൽപ്പിക്കുന്നത്? എന്തിനാ തുറക്ക, ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നീ ഞങ്ങളോട് കൽപ്പിക്കുന്നു. ആ കൽപ്പിക്കാൻ പ്രേരകമായത് നിന്റെ സ്വലാത്താണോ? എന്ത് കൽപ്പിക്കാൻ? മായാവതു, ഞങ്ങൾ ആരാധിക്കുന്നതിനെ ഉപേക്ഷിക്കാൻ, ഞങ്ങൾ വണങ്ങുന്നതിനെ ഉപേക്ഷിക്കാൻ. ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ പിതാക്കളൊക്കെ, ഞങ്ങളുടെ പിതാമഹന്മാരൊക്കെ വണങ്ങി അനുസരിച്ച് പോന്നിരുന്ന ഒരു സംഗതിയെ ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനെ ഞങ്ങളുടെ മുതലുകളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്റെ സഹോദരങ്ങളെ, ഇവിടെ സാമ്പത്തികമായ രംഗത്ത് ശുഐബ് നബി ആ സമൂഹത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ സമ്പത്ത് അവരുദ്ദേശിക്കുന്ന രൂപത്തിലല്ല ചെലവഴിക്കേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ വ്യവസ്ഥിതി എന്താണോ അവരോട് പറയുന്നത് ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവർക്ക് നൽകിയ സമ്പത്തിനെ അവർ ചിലവഴിക്കണമെന്നാണ് പ്രവാചകനായ ശുഐബ് നബി അവരോട് കൽപ്പിച്ചത്. ആ കൽപ്പനയെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. നേരെ മറ്റ് ഇന്നത്തെ ആചാരാനുഷ്ഠാനമാണെങ്കിൽ ഇന്നത്തെ ആചാരാനുഷ്ഠാനം ഒരു വ്യക്തികളുടെ സാമ്പത്തിക രംഗത്ത് ഒരു നിർദ്ദേശവും കൊടുക്കുന്നില്ല. വ്യക്തികളുടെ സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണമെന്ന് ഇന്നത്തെ സലാത്ത് ഒന്നും പറയുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ വ്യവസ്ഥിതി, ദൈവികമായ കൽപ്പനകൾ, ആ കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കുമ്പോഴാണ് അവരുടെ സമ്പത്ത് അവർക്ക് തോന്നിയ രൂപത്തിൽ ചിലവഴിക്കാൻ പറ്റുകയില്ല എന്ന് ഈ വ്യവസ്ഥിതി പറഞ്ഞപ്പോഴാണ് അവരോട് പറയുന്നത്. അല്ലാതെ ശുഐബ് നബി നമസ്കരിച്ചപ്പോൾ ശുഐബിന്റെ നമസ്കാരം അവരോട്, ആ ജനതയോട് അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അവരുടെ സമ്പത്ത് ചിലവഴിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ ശുഐബിന്റെ നമസ്കാരമല്ല, മറിച്ച് ശുഐബ് ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ ദൈവികമായ കൽപ്പനകളും അവന്റെ വ്യവസ്ഥിതിയുമാണ് അവരുടെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തിക മേഖലകളിൽ അവരുടെ സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുന്നത്. ഈ ശുഐബിന്റെ സലാത്താണെന്ന് പറഞ്ഞാൽ ശുഐബിന്റെ നമസ്കാരമല്ല, ശുഐബിന്റെ ഇന്നീ കാണുന്ന ആചാര അനുഷ്ഠാന നമസ്കാരമല്ല, ശുഐബ് നബിയുടെ ഈ സലാത്ത് അല്ല അവരുടെ സമ്പത്ത് എങ്ങനെ അവരെ ചിലവഴിക്കണം എന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തിയത്. മറിച്ച് ഈ ശുഐബ് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന, ശുഐബ് ഇപ്പോൾ പിന്തുടർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൽപ്പനകളും അവന്റെ വ്യവസ്ഥിതികളുമാണ്, ആ ദൈവിക വ്യവസ്ഥിതിയുമാണ് അവരുടെ സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണമെന്നതിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന രൂപത്തിലല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസൃതമായിക്കൊണ്ട് അവരുടെ സമ്പത്ത് ചിലവഴിക്കണമെന്ന് അവരോട് ശുഐബ് കൽപ്പിച്ചത്. ആ ശുഐബ് കൽപ്പിക്കാനുണ്ടായ ശുഐബിന്റെ ഫലാത്ത്, ശുഐബിന്റെ ഈ ആചാര നമസ്കാരമല്ല, അദ്ദേഹം ആ സമൂഹത്തിൽ അവതരിപ്പിച്ച ഈ കൽപ്പനകളും വ്യവസ്ഥിതികളുമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ശക്തമായ പ്രത്യയശാസ്ത്രം, ഈ ശക്തമായ ദീനുൽ ഖയ്യിമ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ ശക്തമായ പ്രത്യയശാസ്ത്രം, ആ ഇഖാമത്ത് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നതിന്റെ നെടും തൂണുകളായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഒന്ന് ഇഖാമത്തുൽ സലാത്തും, ഒന്ന് ഈതാഉ സക്കാത്ത്. ആ ഈതാഉ സക്കാത്തും ഇഖാമത്തുൽ സലാത്തും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സർവ്വവിധ മേഖലകളിലേക്കും എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒരാശയമാണ് അതുകൊണ്ട് അവതരിപ്പിക്കുന്നത്. പ്രവാചകന്മാരൊക്കെ അവതരിപ്പിച്ച, പ്രവാചകന്മാരൊക്കെ സമൂഹത്തിൽ സ്ഥാപിച്ച ആ ആശയവും ആ വ്യവസ്ഥിതിയുമാണത്. അത് വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് നരകത്തിൽ പോകുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ മുത്തസ്സിറിൽ അല്ലാഹു വിശദീകരിക്കുന്ന ഒരായത്തോട് വിശദീകരിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സൂറത്തുൽ മുത്തസ്സിറിൽ അല്ലാഹു വിശദീകരിക്കുന്നു, ഫീ ജന്നാത്തിൻ യതസാഅലൂൻ, വിശ്വാസികൾ ഗാർഡനുകളിലിരുന്ന്, തോട്ടങ്ങളിലിരുന്ന് നല്ല ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് അവർ ചോദിക്കും, അനിൽ മുജ്രിമീൻ, ലോകത്ത് വന്ന കുറ്റവാളികളെ കുറിച്ചൊക്കെ. കുറ്റവാളികളോട് ചോദിക്കും. അതാത് കാലഘട്ടങ്ങളിലുള്ള വിശ്വാസികൾ, മാ സലക്കക്കും, നിങ്ങൾ എന്തുകൊണ്ട് പ്രവേശിച്ചു ഫീ സഖർ, ഈ നരകത്തിൽ, ഈ നരകതുല്യമായ ജീവിതത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വന്നുപെട്ടു എന്ന്
ജന്നാത്തിലിരുന്നിട്ട്, തോട്ടങ്ങൾ എന്നുള്ള അർത്ഥത്തിലും ആകാം, ഉന്നതമായ ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് അവർ ചോദിക്കും. അങ്ങനെ ആ തലത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായ ഐശ്വര്യപൂർണമായ ഒരു ലൈഫിൽ, ഒരു ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഈ വ്യവസ്ഥിതി അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് ഐശ്വര്യപൂർണമായ ഒരു വ്യവസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ തോട്ടങ്ങളിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി പാരമ്പര്യ വ്യാഖ്യാനത്തിലേക്ക് പോയാൽ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ആളുകൾ ചോദിക്കും. എന്ത്? വിശ്വാസികൾ ചോദിക്കും, അനിൽ മുജ്രിമീൻ, മുജ്രിമീങ്ങളെ, ലോകത്ത് വന്ന കുറ്റവാളികളോടൊക്കെ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിൽ വന്നു? ഖാലു, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ മുസല്ലികളായില്ല, ഞങ്ങൾ മുസല്ലികളായില്ല. നമ്മൾ നോക്കുക, ഈ ആചാരാനുഷ്ഠാനമായ ഈ 2 റക്അത്ത് നമസ്കരിച്ചില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഫിർഔൻ 2 റക്അത്ത്, ഫിർഔൻ ഒരു മുജ്രിമാണ്, ഒരു ലാലിമാണ്. ഫിർഔൻ നരകത്തിൽ പോയത് അല്ലെങ്കിൽ പോകുന്നത് അവൻ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്രൂദ് അതുകൊണ്ടാണ് പോയത് അല്ലെങ്കിൽ പോകുന്നത്. ഇനി സ്വർഗത്തിൽ അവർ നരകത്തിൽ പോകുന്നത് അതുകൊണ്ടാണ്, അവർ സഖറിൽ പോകുന്നത് അതുകൊണ്ടാണ്. കേവലം അവർ ചെയ്ത തെറ്റതാണ്. ഈ ആചാരാനുഷ്ഠാനം ഞങ്ങൾ നിർവഹിച്ചില്ല എന്നാണ്. അല്ലെങ്കിൽ ഹാറൂന്, അല്ലെങ്കിൽ നമ്രൂദ്, അല്ലെങ്കിൽ ഖാറൂൻ, അല്ലെങ്കിൽ ഫിർഔൻ, അങ്ങനെ ലോകത്ത് വന്ന ഏതൊക്കെ മുജ്രിമീങ്ങളുണ്ടോ, ഇന്ന് ജീവിച്ചിരിക്കുന്നതും കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ ലോകത്ത് വന്ന മുജ്രിമീങ്ങളൊക്കെ ഈ 2 റക്അത്ത് നമസ്കരിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ആചാര അനുഷ്ഠാനം എന്നോണം ഈ ചെയ്തു പോരുന്ന ഈ നമസ്കരിക്കാത്തതിന്റെ പേരിലാണോ ഇവരൊക്കെ ഈ സഖറിൽ പോകുന്നത്? അല്ലല്ലോ. അവരൊക്കെ അവർ ചെയ്ത കുറ്റം അതാണ്. ഫിർഔൻ ചെയ്ത കുറ്റം ഈ നമസ്കരിക്കാത്ത കുറ്റാണ്. നമ്രൂദ് ചെയ്ത കുറ്റം ഈ നമസ്കരിക്കാത്ത, ഈ നിസ്കാരം നമസ്കരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം. ആ കുറ്റത്തിനാണ് അവർ നരകത്തിൽ, ആ കുറ്റം അത് നിർവഹിച്ചാൽ സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്തോ അവർ നിസ്കരിച്ചിട്ടുണ്ടാവും. അവരുടെ സ്വേച്ഛാധിപത്യവും അക്രമവും അനീതിയും ആ സമൂഹത്തെ അടിമകളാക്കി വെക്കലൊക്കെ അനുവദിച്ചു കൊടുക്കുകയും, നീ നമസ്കരിച്ചാൽ മതി ഫിർഔനെ എന്ന് നീ സ്വർഗത്തിൽ പോകും എന്ന് പറയുകയാണെങ്കിൽ ഫിർഔന് എന്നോ 50 അല്ല 500 വേണമെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഫിർഔനിന്റെ ആ സ്വേച്ഛാധിപത്യം നിലനിർത്താൻ, അവന്റെ അക്രമ ഭരണം നിലനിർത്താൻ, ആ ഇസ്രായേലിനെ അടിമകളാക്കി വെക്കുന്ന ആ വ്യവസ്ഥിതി അവിടെ നിലനിർത്താൻ മൂസ അനുവദിച്ചു കൊടുത്താൽ മതി. പക്ഷേ നിസ്കരിച്ചാൽ നീ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞാണ് ഈ ഫിർഔനെ പോലുള്ള ആളുകൾക്ക് എന്നോ നിസ്കരിച്ചിട്ടുണ്ടാവും. കാരണം പണിയില്ലാത്ത, ഒരു പ്രയാസമില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകത്ത് വന്ന മുജ്രിമീങ്ങളൊക്കെ ഞങ്ങൾ മുസല്ലികളായില്ല എന്ന് പറയുന്നത് ഈ വ്യവസ്ഥിതിയെ, ദൈവികമായ കൽപ്പനകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ അംഗീകരിച്ചില്ല എന്നതാണ് അവർ ചെയ്ത കുറ്റം. പ്രവാചകന്മാർ അവതരിപ്പിച്ച, പ്രവാചകന്മാരൊക്കെ ഈ ഭൂമുഖത്ത് അവതരിപ്പിച്ച ഈ സാമൂഹിക വ്യവസ്ഥിതി, ഈ സമൂഹ നീതിയിൽ അധിഷ്ഠിതമായ ഐശ്വര്യപൂർണമായ ദൈവികമായ അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ ദൈവികമായ ഒരു അച്ചടക്കം, ആ അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത വ്യവസ്ഥിതിയെ അവർ ഫോളോ ചെയ്ത് പിന്തുടർന്ന് ജീവിച്ചില്ല എന്നതാണ് അവർ ചെയ്ത കുറ്റം. ഇനി നമസ്കരിച്ചില്ല എന്ന് മാത്രം കുറ്റാണെങ്കിൽ ഇവിടുത്തെ പല വിഭാഗക്കാർ, ആളുകളൊന്നും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം മറ്റേ വിഭാഗക്കാർ നരകത്തിലാണെന്നാ പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ തന്നെ. പക്ഷെ അവര് ഈ വിഭാഗം മറ്റേ വിഭാഗത്തിന് ആക്ഷേപിക്കുമ്പോൾ ഈ 2 വിഭാഗവും ഇഷ്ടം പോലെ നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ പറയുന്നത്, ഈ കൂട്ടർ പറയുന്നത് ആ കൂട്ടർ നരകത്തിലാണെന്നാണ്, ആ കൂട്ടർ പറയുന്നത് ഈ കൂട്ടർ നരകത്തിലാണ്. ആളുകൾ, വിഭാഗങ്ങൾ, അവരുടെ പേരുകളൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു വിഭാഗം മറ്റേ വിഭാഗം നരകത്തിലാണെന്നും മറ്റേ വിഭാഗം ഈ വിഭാഗം നരകത്തിലാണെന്നും, അങ്ങനെ കേരളത്തിൽ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവരൊക്കെ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ നരകത്തിലാണെന്നാണ്. പക്ഷേ ഈ വിഭാഗങ്ങളൊക്കെ ഇഷ്ടം പോലെ പള്ളികളുണ്ട്, ഇഷ്ടം പോലെ നമസ്കരിക്കുന്നുണ്ട്, എന്നിട്ടും ഇവരൊക്കെ നരകത്തിലാണ് പറയുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന കുറ്റം എന്താണ്? അവർ ദൈവികമായ വ്യവസ്ഥയെ പിന്തുടർന്ന് ജീവിക്കുന്നില്ല എന്നത് അറിഞ്ഞോ അറിയാതെയോ ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ബാക്കിയുള്ള വ്യവസ്ഥിതികളൊന്നും തന്നെ അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവരെ പറയുന്നത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ മുസല്ലികളായില്ല എന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പോ മുസല്ലികളായില്ല എന്ന് പറയുന്നത് അവിടെ ഈ ദൈവികമായ അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ അവന്റെ കൽപ്പനകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും നിരന്തരമായി പിന്തുടർന്ന് ജീവിച്ച ആളുകളായില്ല ഞങ്ങൾ. അങ്ങനെ ഒരു വ്യവസ്ഥിതി ഞങ്ങൾ ഭൂമിയിൽ സ്ഥാപിച്ചില്ല. ഭൂമിയിലെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ ഞങ്ങൾ കൈപിടിച്ചുയർത്തിയില്ല. അത് രണ്ടാമത്തെ. ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരു കുറ്റം കൂടി പറയുന്നു. അങ്ങനത്തെ ഒരു വ്യവസ്ഥിതി ഭൂമിയിൽ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയിൽ തന്നെ നരകമുണ്ടാവും എന്നാ പറയുന്നത്.
സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും അടിച്ചമർത്തപ്പെടുകയും പട്ടിണി കിടക്കുകയും അവർ ദുരിതം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഏതാനും വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയില്ല. വ്യവസ്ഥിതിയാകെ നാശമാവും, അരാജകത്വത്തിലേക്ക് തള്ളി ഇടപെടും, അരാജകത്വത്തിലേക്ക് സമൂഹം എറിയപ്പെടും. ഈ ആശയം അനുസരിച്ചുള്ള ഒരു കാലഘട്ടം, ഒരു കാലം വരുന്നതിന് ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അത് വരുന്ന ലോകത്തിലായാലും ശരി, ഈ ദുനിയാവിലായാലും ശരി, രണ്ടർത്ഥവും പറഞ്ഞ ആളുകളുണ്ട്. ഈ യൗമുദ്ദീൻ എന്ന് പറയുന്നത് ഈ ആശയത്തെ, ഈ ദീനിന്റെ ഈ വ്യവസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു കാലഘട്ടം, ഈ ഐശ്വര്യപൂർണമായ ഒരു കാലഘട്ടമൊന്നും ഭൂമിയിൽ വരില്ല, അതൊന്നും പരിശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു. ആ അർത്ഥത്തിൽ കണ്ട ആളുകളുമുണ്ട്. നാളെ പാരത്രിക ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഐശ്വര്യപൂർണമായ ജീവിതം നാളെ പരലോകത്തിൽ ഞങ്ങൾക്ക് വരും എന്നുള്ളതിനെ ഞങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ യാതൊരു ഉപയോഗവുമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത, യൂസ്ലെസ് ആയ, ഒരു പ്രയോജനവുമില്ലാത്ത ചർച്ചകളിൽ ഞങ്ങൾ അങ്ങനെ മുഴുകി ജീവിക്കുകയും ചെയ്തു, സമയം കളഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ വന്നു പെട്ടത് എന്നാണ് ഇതിന്റെ കാരണങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാരണം തന്നെ വന്നത് മുസല്ലിയായില്ല എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞുപോയ, ഈ ലോകത്ത് വന്നതും കഴിഞ്ഞുപോയതും ഇപ്പൊ ജീവിച്ചിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ സമൂഹത്തിലെ ഒക്കെ മുജ്രിമീങ്ങൾ ഈ ആചാര അനുഷ്ഠാനം നിർവഹിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ പോയത് എന്നുമല്ല അർത്ഥം എന്നതിലേക്കാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഖുർആൻ ഈ ഇഖാമത്ത് സ്വലാത്ത്, ഇതാണ് ഖുർആൻ ഉദ്ദേശിക്കുന്ന സ്വലാത്ത് എന്നുള്ള പദം വിവരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇനി കുറെ കാര്യങ്ങൾ വിശദീകരിക്കാൻ, ഓരോരോ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് തുടർന്ന് വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു.